മൂന്നെണ്ണം കൊണ്ടുപോയി, 2എണ്ണം 30 രൂപ വെച്ച് കിട്ടി. ഒന്ന് 32 രൂപ എടുത്തുകൊണ്ട് 50 രൂപ കിട്ടി. ഓ ശരി, 2 ആഴ്ച നിർത്തിയെന്നേ ഉള്ളൂ. ഓ ശരി. അപ്പൊ 3എണ്ണം എത്ര രൂപ മുടക്കിയായിരുന്നു? മുടക്കിയത് 30ഉം 32 മുടക്കി. 82 രൂപ കിട്ടി. ഓ ശരി, ലാഭമായിരുന്നു. ലാഭം കിട്ടി. ഒരാഴ്ച നിന്നില്ല. ഞങ്ങൾക്ക് അത് വളർത്താൻ വേണ്ടി നിന്നേണ്. അപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് ആകെ വന്നപ്പോ ഞാൻ കൊടുത്തു. 50 രൂപ കിട്ടി, 32 രൂപ എടുത്തു. ആണല്ലേ? അപ്പൊ ഒരു 10 രൂപ മുകളിൽ ലാഭം കിട്ടി. 18 രൂപ പുറത്ത് ലാഭം. 5000 രൂപ ചെലവായിട്ടുണ്ട്. അപ്പൊ തീറ്റയുടെ എല്ലാം, തീറ്റയും വണ്ടി വാടക എല്ലാം കൂടെ. അപ്പൊ എന്നാലും കുഴപ്പമില്ല, 2 ആഴ്ച കൊണ്ട് 15 രൂപ കിട്ടുക പറയുമ്പോൾ നല്ലതല്ലേ? നല്ലതല്ല. അപ്പം എന്നിട്ട് ഇന്നിപ്പോ എത്ര എടുത്തു? ഇന്ന് 10 എടുക്കാൻ വേണ്ടി വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എത്ര നിരക്കായി ഈ പ്രാവശ്യം പ്രതീക്ഷിക്കുന്നത്? ഇപ്പം 10, 15 ആ റേഞ്ചിനുള്ള ആൾക്കാരുണ്ട്. ഓ ശരി, ചെറിയ നമ്മൾ ഇന്ന് തന്നെ പറ്റി 5 എണ്ണം പറഞ്ഞു കൊടുക്കും. ഇന്നിപ്പോ വീട്ടിൽ കൊണ്ടുപോകുമ്പോ തന്നെ കൊടുക്കും. വീട്ടിൽ കൊണ്ടുപോകാൻ സ്ഥലമല്ല, നമ്മളൊരു കൂട്ടുകാരുടെ സ്ഥലമുണ്ട്, അവിടെ കൂടെ കിട്ടണം. വയലാണോ? അവിടെ നടക്കണം, വയലുണ്ടോ. ഓ ശരി. അപ്പൊ ഇതിപ്പോ ഇന്ന് 10 എടുത്ത് 5 എണ്ണം ഇന്ന് തന്നെ 5 എണ്ണം ഇന്ന് കസ്റ്റമർ ഉണ്ട്, വിളിച്ചോണ്ടിരിക്കുകയാണ്. ഓ ശരി. നിങ്ങൾക്ക് ഇവിടുന്ന് എടുത്തോണ്ട് പോയി സ്ഥിരം ആൾക്ക്? സ്ഥിരം നമുക്ക് 2000 രൂപ 1000 രൂപ കിട്ടാൻ വണ്ടി വാടക കൂടെ കിട്ടുമ്പോൾ നമ്മൾ എടുത്തടിക്കും. ഓ ശരി, വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ. അപ്പൊ അത് നല്ല തോന്ന സമയം നിർത്തിക്കൂല. ഓ ശരി. പിന്നെ ഇപ്പം ഒരാഴ്ച 10 ദിവസമൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ലാഭം കിട്ടത്തില്ലേ? അത് നമ്മൾ അത്രയും ചിലവാകും. അത് നിർത്തൂല, നമ്മൾ കച്ചവട പാർട്ടി നമ്മൾ കൊടുത്തിറങ്ങി. അതായത് നമുക്ക് എടുത്തോണ്ട് പോയി പിറ്റേ ദിവസം പോകണേ അത്ര നല്ലല്ലേ? അത്രയും നല്ലത്. ചെലവ് വലുതായിട്ട്. അപ്പൊ ഈ പ്രാവശ്യം ഒരു 10 എടുക്കുന്നുണ്ട്. 10 എടുത്തിട്ട് പോകുള്ളൂ, വണ്ടി കൊണ്ടുവന്നു. വണ്ടി കൊണ്ടാ വന്നിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ആഴ്ചയിലെ ക്ഷീണം ഈ പ്രാവശ്യം തീർക്കണം. അപ്പൊ ഇനിയിപ്പോ ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല ഡിമാൻഡ് ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും നല്ല 10 എണ്ണത്തിന് പിടിക്കും. 10 എണ്ണം. ഓക്കെ.